Hello dear students, we will see video Semaphore implementation of the producer consumer problem explanation working and implementation we video it is experiment number 7 in CSL 206 OS lab. Okay. So the aim is to write a C program to simulate producer consumer problem using Semaphore. This experiment like concept, like question, that is producer consumer problem using Semaphore. The theory based university exam theory based question it's important, and also lab experiment is an important experiment. Okay. Because we this experiment process synchronization the scheduling we experiment process synchronization so Semaphore is a synchronization tool used to solve the it's a synchronization tool to solve the critical session problem. So angane oru producer consumer problem ki Semaphore vechittu engane solve cheyannulla nammal nerthe video il kandu. Then ipo nammal adinte implementation nokkuvana. Okay, theory based question ayalum lab it's important. Okay. Now, we will see the algorithm. We will theory അറിയാമെങ്കിൽ നമുക്ക് ഈ algorithm ഈ ഒരു implementation എളുപ്പമാണ്. So നമുക്ക് നോക്കാം. Aim is to write a C program to simulate producer consumer problem using Semaphore. Algorithm എന്താണ് ഇവിടെ പറയുന്നത്? Algorithm നമുക്കറിയാം ഇവിടെ Semaphore വെച്ചിട്ട് producer consumer problem ആവുമ്പോഴത്തേക്കും എന്താ നമ്മൾ കണ്ടീഷൻസ് പറയുന്നത്? ബഫർ empty ആണെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ പ്രൊഡ്യൂസർ വെയിറ്റ് ചെയ്യണം അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? അതേപോലെ അറ്റ്ലീസ്റ്റ് ഒരു empty slot ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ കൺസ്യൂമറിനോ ബഫർ ഫുൾ ആവുന്നത് വരെ കൺസ്യൂമർ വെയിറ്റ് ചെയ്യണം. അതായത് ഒരു അറ്റ്ലീസ്റ്റ് 1 സ്ലോട്ട് എങ്കിലും ഫുൾ ആണെങ്കിൽ മാത്രമേ കൺസ്യൂമറിന് കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളാണ് എന്താണ് ലോക്കിംഗ് പീസ് സിസ്റ്റം ആണ്. ഫസ്റ്റ് വിൽ അക്വയർ ദ ലോക്ക്. അപ്പോൾ കൺസ്യൂമർ പ്രോസസ്സ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസർ പ്രോസസ്സ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇറ്റ് വിൽ അക്വയർ ദ ലോക്ക്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് Semaphore. മ്യൂട്ടെക്സ്. Semaphore വേരിയബിൾ മ്യൂട്ടെക്സ്. അപ്പോൾ ഇത്ര ഓർക്കുക, നമുക്കിവിടെ 3 Semaphore വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. mutex, full and empty. ഇതെല്ലാം ഇനിഷ്യലൈസ് ചെയ്യുക. വാട്ട്സ് ദ വാല്യൂ ഓഫ് മ്യൂട്ടെക്സ് ഹിയർ? മ്യൂട്ടെക്സിൻ്റെ വാല്യൂ ഇനിഷ്യലി 1 ആയിരിക്കും. ഈ മ്യൂട്ടെക്സിൻ്റെ വാല്യൂ നമ്മൾ ഇനിഷ്യലി 1 ആക്കിയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, മ്യൂട്ടെക്സിൻ്റെ വാല്യൂ ആദ്യം ഇനിഷ്യലി നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യും. ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ലോക്ക് ഇസ് നൗ ഫ്രീ. അപ്പോൾ പ്രൊഡ്യൂസർ ക്യാൻ അക്വയർ ദ ലോക്ക് അക്വയർ ചെയ്യും. ദെൻ എന്താ ചെയ്യുന്നത്? ഫുൾ. വാട്ട് ഈസ് ദിസ് ഫുൾ? ഫുൾ എന്ന് പറഞ്ഞാൽ Semaphore വേരിയബിൾ എന്താണ് പറയുന്നത്? ഫുൾ ആൻഡ് Semaphore വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇനിഷ്യലി ഇറ്റ്സ് എ കൗണ്ട് വാല്യൂ ഇസ് 0. ഇനിഷ്യലി ദിസ് വാല്യൂ ഇസ് 0. ഇറ്റ്സ് എ കൗണ്ടിങ് Semaphore ഇനിഷ്യലി വാല്യൂ ഇസ് 0. അതായത് ആദ്യം ഫുൾ എന്തായിരിക്കും? 0 ആയിരിക്കും. മീൻസ് ആദ്യം ഇനിഷ്യലി ദേ ആർ നോട്ട് ഫുൾ. ഇനി എന്താണ്? empty indicates the number of empty slots in the buffer. These are the variables used in our program. സോ ഇനി പ്രൊഡ്യൂസർ പ്രോസസ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സ്വിച്ച് കേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് കേസ് 1 ആകുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ പ്രോസസ്സ് സ്വിച്ച് ചെയ്യും. ദെൻ സ്വിച്ച് കേസ് എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും വിൽ സ്വിച്ച് ടു ദ കൺസ്യൂമർ പ്രോസസ്സ്. അത് അങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസർ പ്രോസസ്സിൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾ ഓർക്കുക. പ്രൊഡ്യൂസർ പ്രോസസ്സ് ആദ്യം എന്തെങ്കിലും ഫസ്റ്റ് അക്വയർ ദ ലോക്ക് അല്ലേ? എന്താണ് ഈ പ്രൊഡ്യൂസർ പ്രോസസ് ചെയ്യുന്ന? പ്രൊഡ്യൂസർ ഐറ്റം ഇൻറ്റു ടെമ്പററി വേരിയബിൾ. ഫസ്റ്റ് ഇഫ് ദർ ഈസ് എൻ എംപ്റ്റി സ്പേസ് ഇൻ ദ ബഫറിൻ്റെ അകത്ത് ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? യെസ്. പക്ഷേ ബഫർ സ്പേസ് ഉണ്ടെങ്കിൽ വിൽ ചെക്ക് ദ മ്യൂട്ടെക്സ് വാല്യൂ. ബഫർ സ്പേസിൽ ഈ ബഫറിൽ എംപ്റ്റി സ്പേസ് ഉണ്ട്. ദെൻ ഇറ്റ് വിൽ ചെക്ക് ദ വാല്യൂ ഓഫ് മ്യൂട്ടെക്സ് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഓർ നോട്ട്. 1 ആണെങ്കിൽ മാത്രമേ ഇറ്റ് ക്യാൻ എൻറ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ ആൻഡ് പ്രൊഡ്യൂസ് ദ ഐറ്റം. സോ മ്യൂട്ടെക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇറ്റ് ക്യാൻ എൻറ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ ആൻഡ് പ്രൊഡ്യൂസ് ദ ഐറ്റം. സോ വൺസ് ഇറ്റ് എൻറ്റേഴ്സ് ദ ക്രിട്ടിക്കൽ സെഷനിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? വിൽ റിലീസ് ദ ലോക്ക്. അപ്പോൾ അടുത്ത ചാൻസ് ആർക്ക് കൊടുക്കും? കൺസ്യൂമറിന് കൊടുക്കും. കൺസ്യൂമർ എന്ത് ചെയ്യും? ബഫർ empty ആണോ എന്ന് നോക്കും. ബഫർ empty ആണെങ്കിൽ വെയിറ്റ് ചെയ്യും. ഇപ്പം നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്നിട്ട് എന്ത് ചെയ്യും? മ്യൂടെക്സിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. മ്യൂട്ടേഴ്സിൻ്റെ വാല്യൂ critical സെഷനിൽ എൻ്റർ ചെയ്യുന്ന മുന്നേ മ്യൂടെക്സിൻ്റെ വാല്യൂ 1 എന്നുള്ള 0 ആക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് നോട്ട് critical സെഷൻ ഇസ് now not free. So the consumer process must wait. So producer process critical സെഷൻ ലീവ് ചെയ്യുമ്പം ഈ മ്യൂടെക്സ് വാല്യൂ 0 എന്നുള്ള എന്താക്കി വെക്കും? 1 ആക്കി വെക്കും. So the consumer process can access. So അതാണ് ഇവിടെ പറയുന്നത്. മ്യൂടെക്സ് ഇപ്പോൾ empty ബഫറിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ it will check the value of mutex. If the value is 1, it can access the critical section and will remove the item from the buffer. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം മ്യൂടെക്സിൻ്റെ വാല്യൂ ലോക്ക് അക്വയർ ചെയ്ത് അതിനുശേഷം ലോക്ക് റിലീസ് ചെയ്യും. ലോക്ക് റിലീസ് ചെയ്തിട്ട് മ്യൂടെക്സ് വാല്യൂ സിഗ്നൽ ചെയ്യും. ദെൻ മീൻസ് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ empty value by 1, empty വാല്യൂവിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യും. അതായത് ഇപ്പം empty വാല്യൂ ഫസ്റ്റ് ഇതിലുണ്ടായിരുന്നു, അതിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. മീൻസ് ഇവിടെ കൺസ്യൂം ചെയ്തല്ലോ, കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും that slot is now it is not occupied by any item. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. നമുക്കിത് നോക്കാം. നമ്മൾ യൂസ് ചെയ്ത വേരിയബിൾസ് ആദ്യം ഹെഡർ ഫയൽസ് കൊടുത്തു. യൂസ് ചെയ്ത വേരിയബിൾസ് ഏതൊക്കെയാണ്? മ്യൂടെക്സ് ഉണ്ട്, ഫുൾ ഉണ്ട്. മ്യൂടെക്സിൻ്റെ വാല്യൂ ഇനിഷ്യലി 1 ആയിരിക്കും, ഫുള്ളിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എന്താണ് ഫുള്ളിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 എന്ന് പറയുന്നത്? നൗ എന്താണ്? ഫുള്ളിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനിഷ്യലി ഫുള്ളിൻ്റെ വാല്യൂ 0 ആയിരിക്കും. emptyയുടെ വാല്യൂ ദ നമ്പർ ഓഫ് empty slots in the buffer. So here meaning the mutexന്റെ value 1, fullന്റെ value 0, and now there are how many empty slots are there? 5. അങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു വേരിയബിൾ എക്സ് എന്നും കൊടുത്തു. അതാണ് ഐറ്റം. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഐറ്റമാണ് എക്സ്. ഐറ്റം സ്റ്റോർ ചെയ്യേണ്ട ഒരു ടെമ്പററി വേരിയബിൾ, അതാണ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡ്യൂസറിൻ്റെ കോഡ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആ കോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വെയിറ്റ് ഓഫ് empty. ആ കോഡ് നല്ലപോലെ പഠിച്ചു വയ്ക്കുക. വെയിറ്റ് ഓഫ് empty, then വെയിറ്റ് ഓഫ് empty, then വെയിറ്റ് ഓഫ് മ്യൂടെക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിഫോർ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ മ്യൂടെക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. അവിടെ എന്ത് ചെയ്യും? വെയിറ്റ് ഓഫ് മ്യൂടെക്സ് ആണ്. വെയിറ്റ് ഓഫ് മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ വെദർ ദ ലോക്ക് ഇസ് ഫ്രീ ഓർ നോട്ട്. അപ്പോൾ മ്യൂടെക്സിൻ്റെ വാല്യൂ 1 ആണ്, അപ്പോൾ ലോക്ക് ഇസ് ഫ്രീ. അന്ന് കയറുന്ന മുന്നേ മ്യൂടെക്സിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. അതാണ് ഇവിടെ മ്യൂടെക്സ് മൈനസ്. ഇപ്പോൾ കറൻറ്റ്ലി ദ മ്യൂടെക്സിൻ്റെ വാല്യൂ എന്താക്കി? 0 ആക്കി വെച്ചു. ദാറ്റ് ഈസ് നൗ ദ ക്രിട്ടിക്കൽ സെഷൻ ഇസ് നോട്ട് ഫ്രീ, കാരണം ആ പ്രൊഡ്യൂസർ പ്രോസസ് അക്യൂസ് ദ ലോക്ക്. ഇനി പ്ലസ് ഫുൾ എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഫുള്ളിൻ്റെ വാല്യൂ 0 എന്നുള്ള 1 ആക്കും, കാരണം ഒരു സ്ലോട്ട് ഇപ്പോൾ ഫുള്ളാകാൻ പോകുന്നു. ഓക്കെ, ദെൻ മൈനസ് empty. അതാണ് നമ്മളിവിടെ വെയിറ്റ് ഓഫ് empty. നിങ്ങൾ ആ കോഡ് നോക്കുക. ആ കോഡും വെച്ച് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അവിടെ നമ്മൾ വെയിറ്റ് ഓഫ് empty കൊടുക്കുന്നു. വെയിറ്റ് ഓഫ് empty എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റിൻ്റെ emptyയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ emptyയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 5 ആയിരുന്നു. അതൊന്ന് കുറയ്ക്കും, കാരണം ഒന്ന് ഒക്യുപ്പൈ ചെയ്തു. ഇനി emptyയുടെ വാല്യൂ എത്രയേ വരത്തുള്ളൂ? 4 വരത്തുള്ളൂ. ഇനി 4 സ്ലോട്ട്സ് അല്ലേ empty ആയിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് അവിടെ ഡിക്രിമെൻറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അവിടെ പഠിച്ചത്, വെയിറ്റ് ഓഫ് empty. ഇനി എന്താണ്? എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, അതായത് ക്രിട്ടിക്കൽ സെഷൻ ലീവ് ചെയ്തതിന് ശേഷം സിഗ്നലിനെ കണ്ടോ? വിൽ സിഗ്നൽ ദ മ്യൂടെക്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് ദ മ്യൂടെക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആക്കി. ദാറ്റ് ഈസ് it releases a lock and the consumer process can access. ഓക്കെ, അപ്പോൾ കൺസ്യൂമറിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പം നമുക്കൊരു 4 സ്ലോട്ട്സ് ആർ empty ആണ് അല്ലേ. ഇനി മൈനസ് മ്യൂടെക്സ് എന്ന് കൊടുക്കാൻ കാരണം എന്താണ്? മൈനസ് മ്യൂടെക്സ് എന്ന് കൊടുക്കാൻ കാരണം മ്യൂടെക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ മ്യൂടെക്സിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കും. ദാറ്റ് ഈസ് നൗ ദ ക്രിട്ടിക്കൽ സെഷൻ ഇസ് നോട്ട് ഫ്രീ, ദ കൺസ്യൂമർ പ്രോസസ് അക്യൂസ് എ ലോക്ക് എന്ന് കാണിക്കാൻ വേണ്ടി മ്യൂടെക്സിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ 1 എന്നുള്ള 0 ആവും. ഇനി മൈനസ് ഫുള്ള് കൊടുക്കുന്ന എന്താണ്? വെയിറ്റ് ഓഫ് ഫുൾ കൊടുക്കും. കാരണം ദ ബഫർ ഇസ് ആദ്യം ഇനിഷ്യലി ബഫർ വെയിറ്റ് ഓഫ് ഫുൾ മീൻസ് അപ്പോൾ ഫുള്ളിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വെയിറ്റ് ചെയ്യണം അല്ലേ. ഫുള്ളിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വെയിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇഫ് ദ ബഫർ ഈസ് ബഫർ empty ആണെങ്കിൽ വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളിൻ്റെ വാല്യൂ എന്താക്കും? ഒന്ന് കുറയ്ക്കും. അതാണ് നമ്മൾ അവിടെ വെയിറ്റ് ഓഫ് ഫുൾ കൊടുത്തത്. നെക്സ്റ്റ് പ്ലസ് empty.
plus plus empty means what? Signal the empty. That means ഇപ്പോൾ നമ്മുടെ കൺസ്യൂം ചെയ്തു, ഈ ഒരു ഡേറ്റ കൺസ്യൂം ചെയ്തു എന്ന് വിചാരിക്കും. ഈ ഒരു ഡേറ്റ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും എം ടി എത്രയായിരുന്നു? എം ടി ഇവിടെ എന്താണ്? എം ടി എത്രയായിട്ട് മാറും? യെസ്, 5 ആയിട്ട് മാറും. ദാറ്റ് ഈസ് നൗ ദർ ആർ 5 സ്ലോട്ട്സ് ആർ എം ടി. അതിനാണ് അവിടെ പ്ലസ് ചെയ്യുന്നത്. ഇനിഷ്യലി എം ടിയുടെ വാല്യൂ 4 ആയിരുന്നില്ലേ, ഇപ്പോൾ ഒന്ന് കൂട്ടും 5. ദാറ്റ് ഈസ് നൗ ദർ ആർ 5 എം ടി സ്ലോട്ട്സ് ആർ അവൈലബിൾ. എന്നിട്ട് എം ടി ആക്കിയിട്ട് എന്ത് ചെയ്യും? ആ ഡേറ്റനെ കൺസ്യൂം ചെയ്യും. കൺസ്യൂം ചെയ്തിട്ട് സിഗ്നലിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കും. സോറി, എക്സ് മൈനസ് മൈനസ് മീൻസ് കൺസ്യൂം ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ പ്ലസ് പ്ലസ് മ്യൂട്ടെക്സ് means signal the mutex, that is it releases a lock. അപ്പോൾ ഈ മ്യൂട്ടെക്സിൻ്റെ വാല്യൂ 0 എന്നുള്ളത് 1 ആക്കും. Now the lock is free. Now no process is executing the critical section. So the producer can acquire the lock and can access the critical section. Okay. അപ്പം ഇതാണ് കൺസ്യൂമർ കോഡ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ നമ്മൾ കൺസ്യൂമറിൻ്റെ ആ സ്ട്രക്ചറിൽ, കൺസ്യൂമർ പ്രോസസ്സിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ വെയിറ്റ് ഓഫ് ഹോൾഡ്, ദെൻ വെയിറ്റ് ഓഫ് മ്യൂട്ടെക്സ്, ദെൻ സിഗ്നൽ ഓഫ് മ്യൂട്ടെക്സ്, then signal of empty. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സ്വിച്ച് കേസ് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം പ്രൊഡ്യൂസർ ആണെങ്കിൽ പ്രസ് 1, ദെൻ പ്രസ് 2 ഫോർ കൺസ്യൂമർ, പ്രസ് 3 ഫോർ എക്സിറ്റ്. ഇപ്പോൾ നമ്മൾ ചോയ്സ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ സ്വിച്ചിൻ്റെ വാല്യൂ ഞാനിപ്പോൾ 1 ആണെങ്കിൽ എൻ്റർ ചെയ്യുന്നെങ്കിൽ, സ്വിച്ചിൻ്റെ വാല്യൂ 1 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ മ്യൂട്ടെക്സിൻ്റെ വാല്യൂ 1ഉം എം ടി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രൊഡ്യൂസറിനെ വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും ബഫർ ഈസ് ഫുൾ എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ കേസ് അത് കൺസ്യൂമറിനെ ആണെങ്കിൽ മ്യൂട്ടെക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കണം, ഫുൾ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എന്നാൽ കൺസ്യൂമറിനെ വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ബഫർ ഈസ് എം ടി. ഇനി കേസ് 3, നമ്മൾ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിറ്റ് ചെയ്യും. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ, നമുക്കിതിനൊന്ന് ഈ ഒരു കോഡിനൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. സോ ഈ കോഡിനെ ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യുമ്പോഴത്തേക്കും സ്വിച്ച് കേസാണ് അല്ലേ. പ്രസ് 1 ഫോർ പ്രൊഡ്യൂസർ. അപ്പം ഞാനിവിടെ 1 പ്രസ് ചെയ്യുന്നു. ഒരു ഐറ്റം 1 പ്രസ് ചെയ്തപ്പോൾ തന്നെ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു. ഇനി 1 പ്രസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു. ഇനി 1 പ്രസ് ചെയ്തപ്പോൾ മൂന്നാമത്തെ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു. 1 പ്രസ് ചെയ്തപ്പോൾ നാലാമത്തെ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ 1 പ്രസ് ചെയ്തപ്പം അഞ്ചാമത്തെ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 5 ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തു. പ്രൊഡ്യൂസർ ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം 5 നമ്മുടെ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന എം ടി ഈസ് ഈക്വൽ ടു 5 എന്നാണ്. മീൻസ് 5 സ്ലോട്ട്സേ എം ടി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 5 സ്ലോട്ടിലും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഒരു ഐറ്റം കൂടി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ പറയുകയാണ്. അങ്ങനെ ഫസ്റ്റ് ചോയ്സ് കൊടുത്തു. അയ്യോ, ബഫർ ഈസ് ഫുൾ, ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 5 സ്ലോട്ട്സ് ഓൾറെഡി അതിൻ്റെ അകത്ത് 5 ഐറ്റംസ് ഓക്യുപ്പൈഡ് ആണ്. ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബഫർ ഈസ് ഫുൾ. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് ചോയ്സ്, കൺസ്യൂമർ ചോയ്സ് കൊടുക്കുമ്പോൾ കൺസ്യൂംസ് ഐറ്റം 5. ഓക്കെ, കൺസ്യൂംസ് ഐറ്റം 4, കൺസ്യൂംസ് ഐറ്റം 3, കൺസ്യൂംസ് ഐറ്റം 2, കൺസ്യൂംസ് ഐറ്റം 1, കൺസ്യൂംസ് ഐറ്റം 5 കൺസ്യൂം ചെയ്ത്, 4 കൺസ്യൂം ചെയ്ത്, 3 കൺസ്യൂം ചെയ്ത്, 2 കൺസ്യൂം ചെയ്ത്, 1 കൺസ്യൂം ചെയ്ത്. ഇനി കൺസ്യൂം ചെയ്യാനായിട്ട് ഐറ്റം ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളത് വീണ്ടും 2 ചോയ്സ് കൊടുത്തപ്പം ഇറ്റ് ഈസ് ഷോയിങ് ബഫർ ഈസ് എം ടി. കറക്റ്റ് അല്ലേ? ഓക്കെ, ദിസ് ഇസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെമാഫോർ. മനസ്സിലാക്കേണ്ടത് ബഫർ ഈസ് ഫുൾ ആണെങ്കിൽ ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ ബഫർ ഈസ് എം ടി ആണെങ്കിൽ ഇനി കൺസ്യൂം ചെയ്യാനും പറ്റത്തില്ല. സോ തേർഡ് ചോയ്സസ് ഫോർ എക്സിറ്റ്. സോ 3 കൊടുക്കുമ്പോഴത്തേക്കും എന്തുവരും? എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു സെമാഫോർ ഇംപ്ലിമെൻറ്റേഷൻ, അതും ഇമ്പോർട്ടൻറ്റും കൂടെയാണ്. അപ്പോൾ തിയറി ആ ഒരു കോഡ് നിങ്ങൾ സ്ട്രക്ചർ ഓഫ് പ്രോസസ്സ് നിങ്ങൾ തിയറിയിൽ പഠിക്കുന്ന അതേ തന്നെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. വെയിറ്റ് എന്ന് കൊടുക്കുമ്പോൾ അതിനെ ഡിക്രിമെൻറ്റ് ചെയ്യുക, സിഗ്നൽ എന്ന് കൊടുക്കുമ്പോൾ സ്ഥാനത്ത് അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ,
Thank you.